അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നിച്ച് ഒരു ഫോട്ടോ എടുക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എന്തായാലും ഡെയിലി ബ്ലോഗ് അല്ലേ വീഡിയോ ഇടാന്ന് വെച്ചു. കുട്ടികളെ പേര് പറഞ്ഞതിന്റെയൊക്കെ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്യണം. നിന്റെ ക്ലാസ്സിലുള്ള പിള്ളേരോടൊക്കെ പറഞ്ഞേക്കണം. നാളത്തെ വ്ലോഗിനകത്ത് വരും. അപ്പൊ കണ്ടേക്കണം. കേറിയല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാരും. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോണ്ടല്ലോ. എന്തേ എല്ലാരും സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതാണ് ഷൈൻ, ഞങ്ങളുടെ ക്ലാസ് ടോപ്പർ ആയിരുന്നു കേട്ടാ. ഓക്കെ, ഇതാണ് ഇവന്റെ വൈഫ്. ഇനി എത്ര നാളിവിടെ ഉണ്ട്? 4 months കൂടെ കഴിഞ്ഞ് ഇവൻ ഡാഡി കൂളാവുന്നതാണ്. ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ വാവയുടെ ബാപ്റ്റിസം ഡേ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് കാര്യമായിട്ടൊക്കെ ഒരുങ്ങി ഇറങ്ങണം. ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ബെയർ സ്കിന്നാണ്. എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് ഇന്നുണ്ട്. അപ്പം ചേച്ചിയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നത്. ഓൾറെഡി എന്റെ വെഡിങ് വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചേച്ചീനെ. മിലി ചേച്ചിയാണ്. ചേച്ചി മേക്കപ്പ് ചെയ്യുന്ന സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ എന്തോ കാരണത്താൽ നമുക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പം എന്തായാലും ചേച്ചിയാണ് നമുക്ക് ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ ദിവസം അറിയാലോ, ഭാവിയുടെ ബാപ്റ്റിസം ആയതുകൊണ്ട് തന്നെ നമ്മളാണല്ലോ അമ്മ. സോ നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരുന്ന ദിവസമായിരുന്നു. എത്രത്തോളം നിങ്ങൾക്കൊക്കെ വീഡിയോസിൽ കാണിച്ചു തരാൻ പറ്റുന്ന അറിയത്തില്ല, എങ്കിലും ആരെങ്കിലും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ഞാൻ. എങ്കിൽ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആവണം. അവരോട് വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് പോയാലോ. നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പ് ആണ് ആദ്യം ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് സജഷൻസ് ഒന്നും കൊടുത്തില്ല, ചേച്ചി തന്നെയാണ് എല്ലാം ഡിസൈഡ് ചെയ്തത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ഇഷ്ടമനുസരിച്ച് ചെയ്താൽ മതി. ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഓക്കെ ആയിരിക്കണം എന്നതേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കുളമാവത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേച്ചി ചെയ്തു തരാറുണ്ട്. എൻ്റെ വെഡ്ഡിങ് മേക്കപ്പ് ലുക്ക് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒന്ന് കാണാനായിട്ട്. ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്. നമ്മുടെ ഡ്രസ് കോഡ് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒനിയൻ പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു കളർ തീമാണ് നമ്മൾ ഫുള്ളും ബാപ്റ്റിസ്റ്റിന് എടുത്തേക്കുന്നത്. കളർ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുമോ എല്ലാവർക്കും? പക്ഷേ എനിക്ക് ഈ ഒരു ഡ്രസ്സ് അത്രത്തോളം ചേരുന്നുണ്ടെന്ന് അറിയത്തില്ല. കാരണം അത്യാവശ്യം ഇപ്പോൾ ചബ്ബിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ കുറച്ച് കോൺഫിഡൻസ് ലെവലൊക്കെ താഴെ നിൽക്കുവാണ്. എന്നിരുന്നാലും ഫൈനൽ ലുക്കിൽ അത്യാവശ്യം ഓക്കെ ആയിരിക്കും വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ചെയ്യണം, എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ മേളിലാണുള്ളത് ഒരുങ്ങുന്നത്. താഴത്ത് ബാക്കി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ചേച്ചിയും അതുപോലെ തന്നെ ചേട്ടനും, അതായത് ഹസ്ബൻഡിന്റെ ചേട്ടനും വൈഫുമാണ് വാവയുടെ ഗോഡ് ഫാദറും ഗോഡ് മദറുമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതായത് ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു സംഭവം. താഴെ വാവേനെ ഒരുക്കി കഴിഞ്ഞെന്നാണ് അറിഞ്ഞത്. അവന്റെ കരച്ചിൽ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം ഞാൻ ഇടയ്ക്ക് പോയി ഫീഡ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ മേക്കപ്പ് കണ്ടിന്യൂ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ചേച്ചിയാണെങ്കിൽ ഓൾ കേരള മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാൻ ചേച്ചിയുടെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ കേരള ചേച്ചി ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. ഇത് നമ്മൾ തന്നെ പൈസ കൊടുത്തിട്ടാണ് ചേച്ചി ചെയ്തു തരുന്നത്. പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, വെഡ്ഡിങ് ലുക്ക് നോക്കുന്നവർ, റിസപ്ഷൻ ലുക്ക് നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ചേച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി. ചേച്ചി ഡെഫിനറ്റ്ലി വീട്ടിൽ വന്നിട്ട് ചെയ്തു തരും. ഒത്തിരി സെലിബ്രിറ്റീസിനെ പോയി ഒരുക്കുന്ന ചേച്ചിയാണ്. പക്ഷേ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. മായാമോഹിനി ഫിലിമിൽ ദിലീപിനെ സാരി ഉടുപ്പിച്ചതൊക്കെ ചേച്ചിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടും ചേച്ചി ഉടുപ്പിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ സാറ്റിസ്ഫാക്ഷൻ തോന്നിയതെന്ന് പറഞ്ഞിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടവരൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം, എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഫൈനൽ ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി ഞാൻ മാത്രമേ റെഡിയായിട്ട് ഇറങ്ങാനുള്ളൂ, ബാക്കി എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനി ലേറ്റായി കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് വരത്തില്ല, അപ്പോഴേ നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഗൈസ്, ഇനി വ്ലോഗിങ് ചെയ്യുന്നത് ഞാനല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. ആരാണെന്നറിയാവോ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? രാവിലെ എന്റെ ഒരു മാമോദീസ ഉണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിച്ച 2 പേർ തന്നെയാണ്, എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ അവരുടെ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ അവർ അയർലൻഡിലൊക്കെ ആയിരുന്നു കേട്ടോ. അവള് നേഴ്സാണ്. എന്റെ ബ്ലോഗിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ മാമോസ് വിളിച്ചിട്ടുണ്ട്. അവിടെ പോയി അവരെയൊക്കെ ഒന്ന് കാണണം, ഫുഡ് അടിക്കണം. അപ്പൊ സമ്മതം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കേട്ടോ. എന്നോട് ചോദിച്ചു എന്താണ് വീഡിയോ ഇടാന്ന് എന്നൊക്കെ. കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തിരിക്കുവായിരുന്നു. ഇപ്പൊ വീണ്ടും പഴവരെ വന്നിട്ടുണ്ട്. ഫുൾ സപ്പോർട്ട് തന്നെ. ഉറപ്പല്ലേ? ഓക്കെ ബോയ്സ്. പള്ളിയുടെ അകത്ത് എന്തോ പരിപാടിയൊക്കെ നടക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഞാനിവിടെ പുറത്തോട്ട് വന്നിരുന്നത്. ഇവിടെ ആണെന്ന് അനുഭവമുണ്ട്. എവിടെയാണ് നമ്മുടെ കലാപരിപാടി? ഇതിന്റെ അകത്താണല്ലേ, ഇതിന്റെ അകത്താണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇവനാണ് ഐസ് തന്നെ പഠിപ്പിച്ച ടീച്ചറാണ്.
എന്നൊക്കെ ഉണ്ടെന്ന് വിജി മാം എന്നാണ് കേട്ടോ പേര്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. പേടിച്ചൊക്കെ അങ്ങോട്ട് മാറുന്നു. മിസ് കൊറേ നാളായല്ലോ കണ്ടിട്ട്. നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നിച്ച് ഒരു ഫോട്ടോ എടുക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എന്തായാലും ഡെയിലി ബ്ലോഗ് അല്ലേ വീഡിയോ ഇടാന്ന് കുട്ടികളെ പേര് പറഞ്ഞതിന്റെയൊക്കെ. ലീമ, ലിദിയ, അനു, അതുല്യ. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്യണം. നിന്റെ ക്ലാസ്സിലുള്ള പിള്ളേരോടൊക്കെ പറഞ്ഞേക്കണം. നാളത്തെ വ്ലോഗിനകത്ത് വരും. അപ്പൊ കണ്ടേക്കണം. ചെറിയല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാരും. ഞാനും അനുവും കൂടെ അപ്പുറത്തൊരു സ്ഥലം വരെ പോവാ കേട്ടാ. സോറി ഗൈസ്, കുറച്ച് പ്രൈവസി റീസൺസ് ഉള്ളത് കൊണ്ടാണ് വാവയുടെ ഫേസ് റിവീൽ ചെയ്യാത്തത്. ഇവിടെ മൊത്തം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടാ. ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ ചേച്ചിയാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതാണ് ഷൈൻ, ഞങ്ങളുടെ ക്ലാസ് ടോപ്പർ ആയിരുന്നു കേട്ടാ. ഓക്കെ, ഇതാണ് ഇവന്റെ വൈഫ്. ഇനി എത്ര നാളിവിടെ ഉണ്ട്? 4 months കൂടെ കഴിഞ്ഞ് ഡാഡി കൂളാവുന്നതാണ്. അപ്പം നമ്മുടെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ തുടങ്ങി എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഫംഗ്ഷൻ്റെ. ഇത് നമ്മുടെ വാവയുടെ ബാപ്റ്റിസം നടത്തുന്നതിൻ്റെ കസിനച്ഛനാണ്. ഇത് ഹസ്ബൻഡിൻ്റെ പാരൻസ് ആണ്. പിന്നെ ഇത് എൻ്റെ ചേട്ടനാണ്, എൻ്റെ സ്വന്തം ചേട്ടനാണ്. പിന്നെ ഇത് ഞങ്ങൾ 3 പേരും, എൻ്റെ ചേട്ടനും എൻ്റെ സ്വന്തം അനിയത്തിയുമാണ്. പിന്നെ എൻ്റെ കുറച്ച് സിംഗിൾ പിക്സ് ഉണ്ട്. അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ കണ്ടിട്ട് വായോ. ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ വയർ അത്യാവശ്യം ചാടി തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ സാരമില്ല, നമ്മൾ എന്തായാലും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എന്തായാലും റെഡിയാക്കി എടുക്കുന്നതായിരിക്കും. അത്യാവശ്യം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കസിൻസ് ആണ്, എൻ്റെ അമ്മയുടെ ഫാമിലിയിലുള്ളവരാണ്. പിന്നെ എൻ്റെ കുറേ സിംഗിൾ ഫോട്ടോസ് വീണ്ടും ആക്ച്വലി എൻ്റെ കസിൻ ബ്രദറാണ് ഈ ഫോട്ടോസൊക്കെ എടുത്തത്. കാരണം ക്യാമറമാൻ എൻ്റെ സിംഗിൾ ഫോട്ടോസൊന്നും എടുത്തില്ല. കുഞ്ഞുവാവയാണല്ലോ താരം, സോ അവൻ്റെ പിക്സാണ് കൂടുതലും എടുത്തത്. പിന്നെ ഇതാണെങ്കിൽ എൻ്റെ ചേച്ചിയാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. ചേച്ചിയാണ് ഗോഡ് മദർ. പിന്നെ എൻ്റെ സ്വന്തം അനിയത്തി. ഞാനും ചേച്ചി ഒരുങ്ങി വന്നപ്പോൾ ട്വിൻസിലെ പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എടുത്ത ഡ്രസ്സാണെങ്കിലും ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സാണ് എടുത്തിരുന്നത്. എൻ്റെ ചേച്ചി പാവം, എങ്ങനെയുണ്ട്, സുന്ദരിയല്ലേ കാണാനായിട്ട്. ഞാനും അനിയത്തിയും ചേച്ചിയായിട്ട് അത്യാവശ്യം കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒരുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവളാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഒന്നും വിടുന്നില്ലായിരുന്നു. കുറേ നേരം കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു ഞങ്ങൾ. അടിപൊളി ദിവസമായിരുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാൻ ബെല്ലൈക്കൻ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ കിടലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സനിയ.